എൻ്റെ പേര് അഭിലാഷ്. ഞാൻ പാലായിൽ നിന്ന് വരുന്നു. ഞാൻ ഇവിടെ ഉടമ്പടി എടുത്തത് 19/3/2023 അന്ന് തൊട്ട് ഇന്ന് വരെയും ഉടമ്പടിയിൽ ഒരു മുടക്കവും കൂടാതെ ഞാൻ ഉടമ്പടിയായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഞാൻ വലിയൊരു കടബാധയിൽ നിൽക്കുന്ന സമയത്താണ് ഈ കൃപാസന അൾത്താരയിൽ ഞാൻ എത്തിച്ചേരുന്നത്. അതിനുശേഷം എൻ്റെ കടബാധകൾ ഒരു കടത്തിരമാല പുറകോട്ട് പോകുന്ന രീതിയിൽ തന്നെ അതിൽ നിന്ന് എനിക്ക് മോചനം ലഭിക്കുകയുണ്ടായി. അതിനുശേഷം എനിക്ക് ഒരുപാട് ഉയർച്ചകളാണ് ഉണ്ടായത്. എനിക്കിപ്പോൾ ഒരു വാഹനം വാങ്ങാൻ സാധിച്ചു. പിന്നെ എൻ്റെ കുടുംബത്തിൽ കുറേ രോഗസൗഖ്യങ്ങൾ കിട്ടി. അങ്ങനെ കുറേ കാര്യങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിച്ചു. ഉടമ്പടി വസ്തുക്കൾ എല്ലാ ദിവസവും എൻ്റെ വീട്ടിലെ കുടുംബാംഗങ്ങളിലെല്ലാം ഞാനത് പ്രാർത്ഥനയ്ക്ക് ശേഷം ഉപയോഗിക്കുന്നുണ്ട്. രോഗസൗഖ്യങ്ങൾ എൻ്റെ കുടുംബത്തിൽ നടക്കുന്നുണ്ട്. അതിലുപരി ഞാൻ പുറത്ത് ആർക്കെങ്കിലും എന്തെങ്കിലും അസുഖങ്ങളുണ്ടോ എങ്ങനെയെന്ന് പറയുകയാണെങ്കിൽ ഞാൻ അവർക്ക് പോയി സഹായിക്കുന്നുണ്ട്. എൻ്റെ പ്രേക്ഷക പ്രവർത്തനമായിട്ട് ഞാൻ എല്ലാ മാസവും ഇവിടെ ആദ്യത്തെ ആഴ്ച തന്നെ വരികയും 7 പത്രം വാങ്ങി അത് വിതരണം ചെയ്യുന്നുണ്ട്. കാരുണ്യ പ്രവൃത്തിയായിട്ട് ഞാൻ ചെയ്യുന്നത് പാലാ മരിയൻ സദനത്തിൽ എല്ലാ മാസവും പോകുന്നുണ്ട്. അല്ലാതെ കോട്ടയത്തൊരു അനാഥർ താമസിക്കുന്ന ഒരു സ്ഥാപനമുണ്ട്, അവിടെ വേണ്ടുന്ന സഹായങ്ങൾ ചെയ്യുന്നുണ്ട്. എൻ്റെ മുന്നിൽ കൈനീട്ടി ആരെന്ത് ചോദിച്ചാലും ഞാൻ എല്ലാ കാര്യം എന്നെക്കൊണ്ടാവുന്ന കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്തു കൊടുക്കുന്നുണ്ട്. പിന്നെ എൻ്റെ കടം വീട്ടിയ കാര്യം ഞാൻ പറഞ്ഞിരുന്നല്ലോ. അപ്പം തുടക്കത്തിൽ എൻ്റെ ഒരു പ്രോപ്പർട്ടി വിൽക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ മെയിനായിട്ട് ഊന്നൽ കൊടുത്ത് മുന്നോട്ട് പോയത്. പക്ഷേ അതിൻ്റെ ഊന്നൽ കൊടുത്ത് പോയപ്പോൾ അതിനൊരുപാട് തടസ്സങ്ങളായിരുന്നു. അങ്ങനെ ഇരിക്കെ ഞാൻ ഇവിടെ വന്ന് ജോസഫച്ചനെ കണ്ടു. 1 പ്രാവശ്യം കണ്ടു, 2 പ്രാവശ്യം കണ്ടു, 3-ാമത്തെ പ്രാവശ്യം കണ്ടു. 3-ാമത്തെ പ്രാവശ്യം കണ്ട് ഞാൻ അൾത്താരയിൽ നിന്ന് കണ്ണ് നിറഞ്ഞ് പുറത്തോട്ടിറങ്ങിയപ്പോൾ അച്ഛൻ എന്നെ തിരിച്ച് വിളിച്ചു. എന്നിട്ട് ചോദിച്ചു, എന്താണ് തടസ്സം? ഞാൻ പറഞ്ഞു, അച്ഛൻ അറിയില്ല. ഇല്ല, കുഴപ്പമില്ല, പൊയ്ക്കോളൂ എന്ന് പറഞ്ഞു. ഞാൻ അവിടെ പോയി 30 ദിവസം കഴിഞ്ഞ് ഒരു പാർട്ടി വന്നു, എൻ്റെ പ്രോപ്പർട്ടി കണ്ടു, ഒരു വില പറഞ്ഞു, നടന്നില്ല. 60 ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും അടുത്ത പാർട്ടി വന്നു, അത് വന്ന് കണ്ടു, അതും ഇതുകൂട്ട് തന്നെ നടന്നില്ല. എന്നാൽ നല്ല പ്രോപ്പർട്ടിയാണ്, ആര് വന്ന് കണ്ടാലും ഇഷ്ടപ്പെടുന്നതാണ്. പക്ഷേ മുടക്കം തന്നെ. ഞാൻ പ്രാർത്ഥനയിൽ ശക്തിപ്പെട്ടു, നല്ല രീതിയിൽ മുന്നോട്ട് പോയി. 88-ാമത്തെ ദിവസം ഒരു പാർട്ടി വന്നു, കണ്ടു, ഇഷ്ടപ്പെടുന്നു, വില പറയുന്നു. ബ്രോക്കറുടെ ഇതിലാണ് വന്നത്. വില പറഞ്ഞ് അവർ പോയി. അതിനുശേഷം ബ്രോക്കർമാർ അതിനകത്ത് കളിച്ചു. അത് വീണ്ടും മുടങ്ങിയാണ്. അന്ന് രാത്രി ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ, ബ്രോക്കർ വഴിയല്ല, ഞാൻ അമ്മയോടാണ് ചോദിച്ചത്. അമ്മയാണ് എനിക്ക് നടത്തി തരേണ്ടത്. അമ്മയാണ് നടത്തി തരുന്നതെങ്കിൽ ഈ കച്ചവടം അമ്മയായിട്ട് നടത്തി തരണം എന്ന് പറഞ്ഞ് ഞാൻ കിടക്കാൻ നേരത്ത് ഒന്നും കൂടി ആ പാർട്ടിയെ നേരിട്ട് വിളിക്കാൻ തീരുമാനിച്ചു. ഞാൻ ജസ്റ്റ് കക്ഷി വിളിച്ചു. ഞാൻ പറഞ്ഞു, ചേട്ടാ ഇത് കൂട്ടാണ്. അപ്പം പറഞ്ഞു, അഭിലാഷേ, ഞങ്ങൾക്കത് ഇഷ്ടപ്പെട്ടു. എങ്കിൽ പിന്നെ നമ്മൾക്ക് ബ്രോക്കറുടെ പൈസ കൊടുക്കാം, പക്ഷേ അവരെ കമ്മ്യൂണിക്കേഷൻ വെക്കണ്ട, നമുക്ക് ഡയറക്റ്റ് സംസാരിക്കാമെന്ന് പറഞ്ഞു. സംസാരിച്ചു. 7 ദിവസം കൊണ്ട് ആ പ്രോപ്പർട്ടിയുടെ എല്ലാം ക്ലിയറായി. ക്യാഷും കിട്ടി, കടങ്ങളും വീട്ടി, സ്വസ്ഥതയോടുകൂടി മുന്നോട്ട് പോകാൻ എനിക്ക് സാധിച്ചു. ഇന്ന് ഇതിപ്പോൾ 2-ാമത്തെ സാക്ഷ്യം പറയാൻ ഞാനിവിടെ വന്നത്. ഇന്ന് മെയിനായിട്ട് വന്നത്, എല്ലാവർക്കും അറിയാവുന്ന പോലെ ഈ പ്രാവശ്യം CBSEയുടെ എക്സാം ഭയങ്കര ടഫായിരുന്നു. വിജയശതമാനം കുറവായിരുന്നു. എല്ലാം പ്രശ്നം. എൻ്റെ മോൾക്കാണെങ്കിൽ ആ മാത്സ് ഭയങ്കര പേടിയും. പക്ഷേ ഞാനിവിടെ വന്ന് മാതാവിനോട് പറഞ്ഞത്, മാതാവേ, എൻ്റെ മകൾക്ക് വിജയം കൊടുക്കുന്നത് കൂടാതെ മാതാവിൻ്റെ അടയാളമായിട്ട് 70% മാർക്ക് എൻ്റെ മകൾക്ക് കിട്ടണമെന്നാണ് ഞാൻ ഉടമ്പടിയിൽ എഴുതിയതും പ്രാർത്ഥിച്ചതും. പക്ഷേ റിസൾട്ട് വന്നപ്പോൾ മാത്സിൽ എൻ്റെ മോൾക്ക് മാർക്ക് കുറഞ്ഞു. ഒരുപാട് വിഷമമായി. പാസ്സായി. ഞങ്ങൾ നേഴ്സിങ്ങിന് അഡ്മിഷൻ എടുക്കുക എല്ലാം ചെയ്തു. വീട്ടിൽ സംസാരമായി. പക്ഷേ ഞാൻ എൻ്റെ ഇതിൽ ഉറച്ചു നിന്നു. എനിക്ക് 70% മാർക്ക് വേണം. റിവാലുവേഷൻ കൊടുക്കാൻ പറഞ്ഞു. എല്ലാവരും പറഞ്ഞു, ഇല്ല, കൊടുത്തിട്ട് കാര്യമില്ല എന്നെല്ലാം അഭിപ്രായം വന്നു. പക്ഷേ ഞാൻ മോളോട് ഇത്രേ പറഞ്ഞോളൂ, എന്നെ നീ വിശ്വസിക്കണ്ട, മാതാവിലും ഈശോയിലും നിനക്ക് വിശ്വാസമുണ്ടെങ്കിൽ നീ റിവാലുവേഷൻ വെക്കണമെന്ന് പറഞ്ഞു. അതുമൂലം എൻ്റെ മോള് റിവാലുവേഷൻ വെച്ചു. അതിൻ്റെ ഡീറ്റെയിൽ മോൾ സംസാരിക്കും. മാതാവിനും തിരുക്കുമാരനും കൊടാനുകൂടി നന്ദി പറയുന്നു. ഞാൻ ആദ്യം തന്നെ പറയാണ്, ഞാൻ ഇങ്ങനെ ഒരു വേദിയിൽ ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല. ഞാൻ 2025-26 +2 CBSE വിദ്യാർത്ഥിയായിരുന്നു. അത്യാവശ്യം CBSE സിലബസ് എല്ലാവർക്കും പാടാമെന്നറിയാം. അങ്ങനെ ഞങ്ങൾക്കും പാടായിരുന്നു.
എക്സാമിൻ്റെ ദിവസങ്ങൾ അടുത്തുകൊണ്ടിരുന്നു. CBSE മെയിൻ പ്രാക്ടിക്കൽ എക്സാം തുടങ്ങിയപ്പോൾ തൊട്ട് എനിക്ക് വയ്യായിക വരാൻ തുടങ്ങി. ഞാൻ ഹോസ്പിറ്റലിലായി. എൻ്റെ ആരോഗ്യവും പഠനവുമായിട്ട് ഒന്നും ഒത്തുപോകുന്നില്ലായിരുന്നു. അങ്ങനെ പ്രാക്ടിക്കൽ എക്സാം ഒരു വിധത്തിൽ കടന്നുപോയി. അവസാനം തിയറി എക്സാം വന്നു. തിയറി എക്സാം തുടങ്ങുന്നതിൻ്റെ ഒരാഴ്ച മുമ്പാണ് ഞങ്ങളെല്ലാവരും അറിയുന്നത് ഈ വർഷത്തെ CBSE OSM മാർക്കിംഗ് സ്കീമാണ്. എന്ന് വെച്ചാൽ ഓൺലൈൻ മാർക്കിംഗ് സ്കീമായിട്ട് അവർ ഡിജിറ്റലി ചെക്ക് ചെയ്യുവാന്ന്. അങ്ങനെ ചെക്ക് ചെയ്യുമ്പോഴത്തേനും പല പ്രശ്നങ്ങൾ വരാം. ഞങ്ങളെല്ലാം പേടിച്ചു പോയി. ആർക്കും ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ അവസാനം ഞങ്ങൾ എക്സാമിന് പോയി. എനിക്ക് ആദ്യത്തെ എക്സാം ഫിസിക്സ് ആയിരുന്നു. എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു. ഞാൻ വീട്ടിൽ നിന്ന് കരഞ്ഞുകൊണ്ടാണ് പോയത്. അന്നും എനിക്ക് രാവിലെ വയ്യായികൾ വന്നു. പിന്നെ മാതാവിനെയും മനസ്സ് ധ്യാനിച്ച് വിശ്വാസപ്രമാണവും ചൊല്ലിയാണ് ഞാൻ പോകുന്നത്. എല്ലാ പ്രാവശ്യവും എല്ലാ എക്സാമിന് പോകുമ്പോഴും ഉപ്പും തേനും അച്ഛൻ തന്നു വിടുമായിരുന്നു. ഉപ്പ് ഞാൻ പരീക്ഷാ ഹാളിൽ ചെന്ന് വിതറിക്കൊണ്ടാണ് ഓരോ എക്സാമും എഴുതിക്കൊണ്ടിരുന്നത്. അങ്ങനെ ഫിസിക്സും കെമിസ്ട്രിയും മെയിനായിട്ടുള്ള സബ്ജക്റ്റുകളൊക്കെ കടന്നുപോയി. പിന്നെ മാത്സിൻ്റെ എക്സാം വന്നു. മാത്സിൻ്റെ എക്സാം വന്നപ്പം എനിക്ക് എന്നാ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. ആകെ 2 ദിവസമേ മാത്സിൻ്റെ എക്സാമിന് ഉണ്ടായിരുന്നുള്ളൂ പഠിക്കാൻ വേണ്ടിയിട്ട്. മാത്സിൽ മെയിനായിട്ടും +2 വേണ്ട 5 ചാപ്റ്റർ എനിക്ക് അറിയത്തുപോലും ഇല്ല. എന്നാ ചെയ്യണമെന്നറിയാതെ ഞാൻ മാതാവിൽ മാത്രം വിശ്വസിച്ചു. എനിക്ക് പഠിക്കാൻ പറ്റുന്ന അത്രയും ഞാൻ പഠിച്ചിട്ട് പോയി. അന്നത്തെ ദിവസം എക്സാമിന് ചെന്ന സമയത്ത് ക്വസ്റ്റ്യൻ പേപ്പർ കൈ കിട്ടിയപ്പോൾ എന്ത് അവസ്ഥ അവിടെ ഉണ്ടായെന്ന് പോലും അറിയത്തില്ല. ഒന്നും അറിയത്തില്ല. ഒരു ക്വസ്റ്റ്യൻ പോലും അറ്റൻഡ് ചെയ്യാൻ അറിയാത്തൊരവസ്ഥയായിരുന്നു. എന്നിട്ടും ഞാൻ എൻ്റെ ധൈര്യം കൈവിട്ടില്ല. ഓരോ ക്വസ്റ്റ്യനും ഞാൻ അറ്റൻഡ് ചെയ്തു. വിശ്വാസപ്രമാണം ചൊല്ലിക്കൊണ്ട് തന്നെ ഞാൻ ഓരോ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്തു. സത്യം പറഞ്ഞാൽ ഞാനത് മാതാവിന് വിട്ടുകൊടുക്കുമായിരുന്നു. കാരണം എനിക്കറിയത്തില്ല. ഞാൻ +2 മാത്സ് സത്യം പറഞ്ഞാൽ പഠിച്ചിട്ടില്ല. എനിക്ക് പറ്റുന്നില്ലായിരുന്നു. അങ്ങനെ ഞാൻ എക്സാം കഴിഞ്ഞിറങ്ങിയപ്പോൾ കൂടെയുള്ളവരെല്ലാം കരച്ചിലും കാര്യങ്ങളും 2-3 ദിവസം ട്രോമയിൽ വരെ പോയവരുണ്ട്. പക്ഷേ ഇതൊന്നും എന്നെ ബാധിക്കുന്നില്ലായിരുന്നു. ഞാൻ അപ്പോഴും ചിരിച്ചുകൊണ്ടിരുന്നു. കൂട്ടുകാരും ടീച്ചേഴ്സും ചോദിച്ചു, ഇത് നീ മാത്രം എന്നെ ചിരിച്ചുകൊണ്ടിരിക്കുന്നത്? ഞാൻ പറഞ്ഞു, മാതാവുണ്ട് കൂടെ, എനിക്കത് മതി എന്നും പറഞ്ഞ് ബാക്കിയുള്ളവർക്കും ധൈര്യം കൊടുത്ത് ഞാൻ അന്നത്തെ ദിവസം നിന്നു. അന്ന് അമ്മയ്ക്ക് നല്ല പേടിയുണ്ടായിരുന്നു. എൻ്റെ അമ്മ എന്നെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, അമ്മ എനിക്കറിയില്ല, എക്സാം പാടായിരുന്നു. അമ്മ എന്നോട് പറഞ്ഞു, എന്നാൽ ഒന്ന് മാർക്കിംഗ് കീ വെച്ച് ചെക്ക് ചെയ്യാൻ പറഞ്ഞു. ഇല്ല, ഞാൻ ചെക്ക് ചെയ്യില്ല, അത് മാതാവിനെ പരീക്ഷിക്കുന്നതിന് തുല്യമാണ്, ഞാൻ ചെയ്യത്തില്ല, മാതാവ് തന്നെ ഒരു മാർക്ക് തരട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ബാക്കി എക്സാമും കഴിഞ്ഞു പോയി. പിന്നെ റിസൾട്ടും കാര്യങ്ങളുമായിട്ടുള്ള ചെക്കിങ്ങും കാര്യങ്ങളും തുടങ്ങി. അപ്പോഴും മാതാവിനോട് പ്രാർത്ഥിച്ചു. അങ്ങനെ മെയ് 13-ാം തീയതി റിസൾട്ട് വന്ന് നോക്കിയപ്പോഴത്തേക്കിനും ഞാൻ മാത്സിന് ഫെയിലായി. മാത്സിന് എനിക്ക് RT ആണ് കിടക്കുന്നത്. CBSEയിൽ 6 സബ്ജക്റ്റിൽ 5 സബ്ജക്റ്റ് പാസ്സായാൽ മതി. 5 സബ്ജക്റ്റ് പാസ്സായതുകൊണ്ട് ഞാൻ +2 CBSE പാസ്സായി. പക്ഷേ മാത്സിൽ എനിക്ക് റിപ്പീറ്റിംഗ് തിയറി വന്നു. അത് കണ്ടപ്പോൾ നല്ല സങ്കടമായി. എല്ലാം കൊണ്ടും ഞാൻ ആകെ തകർന്നു പോയി. അങ്ങനെ വന്നപ്പോൾ അതിൻ്റെ അടുത്ത ദിവസം തൊട്ട് CBSEയുടെ പ്രശ്നങ്ങൾ കൂടി വന്നു. CBSEക്ക് പല പിള്ളേരും എതിരെ പോയി. OSM നിർത്തണം എന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങളെല്ലാവരും തന്നെ CBSEക്കെതിരെ പോയി. ഞങ്ങൾ മെയിൽ അയക്കുകയും കാര്യങ്ങളും ഒക്കെ ചെയ്തു. അവസാനം അവർ ഫോട്ടോ കോപ്പി ഞങ്ങൾക്ക് എടുക്കാൻ പറ്റും, ഞങ്ങളുടെ ആൻസർ കീയുടെ. അങ്ങനെ ഞങ്ങൾ ഫോട്ടോ കോപ്പി എടുക്കാൻ പോയി. പക്ഷേ മാത്സ് എടുക്കാൻ എനിക്കൊരു ധൈര്യവും ഇല്ലായിരുന്നു. ഞാൻ എടുക്കത്തില്ലായിരുന്നു. കാരണം എനിക്കറിയായിരുന്നു ഞാൻ ആ പേപ്പറിലൊന്നും എഴുതിയിട്ടില്ല എന്ന്. അതുകൊണ്ട് തന്നെ ഞാൻ എടുക്കാൻ മുതിർന്നില്ല. പക്ഷേ എൻ്റെ അച്ഛൻ എന്നോട് പറഞ്ഞു, ആ പേപ്പർ ഒന്ന് എടുത്ത് നോക്ക്, ഇനി ഏതെങ്കിലും ക്വസ്റ്റ്യൻ ചെക്ക് ചെയ്തിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ അച്ഛൻ്റെ നിർബന്ധപ്രകാരം മാത്രമാണ് അച്ഛൻ്റെ നിർബന്ധപ്രകാരം എൻ്റെ അമ്മയോടുള്ള വിശ്വാസപ്രകാരമാണ് ഞാൻ ആ പേപ്പർ എടുത്ത് നോക്കിയപ്പോഴും എനിക്ക് വലുതായിട്ടൊന്നും തോന്നിയില്ല. ഞാൻ എൻ്റെ ടീച്ചർക്ക് അയച്ചു കൊടുത്തു. എവിടെയെങ്കിലും മാർക്കുണ്ടോ എന്നറിയാൻ വേണ്ടി ടീച്ചർക്ക് അയച്ചു കൊടുത്തപ്പോൾ ടീച്ചർ പറഞ്ഞു, ഇത് എല്ലാത്തിനും തന്നെ മാർക്ക് ഇട്ടിട്ടുണ്ട്, ഇനിയൊന്നും കിട്ടാനില്ല എന്ന രീതി ടീച്ചർ പറഞ്ഞു. പക്ഷേ അച്ഛൻ അപ്പോഴും എന്നോട് പറഞ്ഞു, റിവാലുവേഷൻ കൊടുക്കണം എന്ന് പറഞ്ഞു. ഞാൻ അച്ഛനോട് ചോദിച്ചു, ഞാൻ എവിടുന്ന് കൊടുക്കും? എൻ്റെ വീട്ടിലെ അച്ഛൻ മാത്രമാണ് പറഞ്ഞത്. അമ്മയാണേലും എല്ലാവരും ആണേലും ഞാൻ പറയുന്നുണ്ടല്ലോ, അപ്പോൾ കൊടുക്കണ്ട എന്ന രീതിയിലായിരുന്നു. പക്ഷേ അച്ഛനാണ് പറഞ്ഞത് കൊടുക്ക്. അങ്ങനെ എൻ്റെ ഉറ്റ സുഹൃത്തായിട്ടുള്ള എൻ്റെ ഒരു കൂട്ടുകാരിക്ക് ഞാൻ എൻ്റെ പേപ്പർ അയച്ചു കൊടുത്തു. അവൾ ചെക്ക് ചെയ്തിട്ട് എന്നോട് പറഞ്ഞു, എടി, ഈ ഒരു 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ നീ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, ആൻസർ ശരിയാണ്, പക്ഷേ അവർ മാർക്ക് ഇട്ടിട്ടില്ല എന്ന് പറഞ്ഞു. പിന്നെ മാത്സിന് ഇക്വേഷന് മാർക്കുള്ളതാണ്, ആ ഇക്വേഷനും മാർക്ക് ഇട്ടിട്ടില്ല. അങ്ങനെ 3 മാർക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് കൊടുക്കാമെന്ന് പറഞ്ഞു. എനിക്ക്
80-ൽ 13 മാർക്കാണ് മാത്സിന് കിട്ടിയത്. അതിൽ നിന്ന് 1.5 മാർക്ക് കൂടെ മതി പാസ്സാവാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ 3 മാർക്കുണ്ടല്ലോ, ഇനി എങ്ങാനും പാസ്സായാലോ എന്ന് കരുതി ഞാൻ റിവാലുവേഷന് കൊടുത്തു. റിവാലുവേഷൻ കൊടുത്തിട്ടും എനിക്ക് വലിയ പ്രതീക്ഷയില്ലായിരുന്നു. പക്ഷെ ഞാൻ പ്രാർത്ഥന കൈവിട്ടിട്ടില്ലായിരുന്നു. അങ്ങനെ ഇന്നലെ ജൂൺ 21-ാം തീയതി രാത്രിയിൽ റിവാലുവേഷൻ റിസൾട്ട് വന്നു. റിവാലുവേഷൻ റിസൾട്ട് വന്നു എന്ന് അമ്മ വന്ന് പറഞ്ഞപ്പോഴും എനിക്ക് ഒരു ഇതുമില്ല. ഞാൻ എന്നാത്തിനാ അമ്മേ എന്ന രീതിയിലാണ് ഞാൻ ചോദിച്ചത്. പക്ഷേ റിസൾട്ട് നോക്കിയപ്പോൾ ഞാൻ ഞെട്ടിപ്പോയെന്ന് പറഞ്ഞാൽ ഞാൻ മാത്സിന് പാസ്സായി. അതും 1-2 മാർക്കും കൊണ്ടല്ല പാസ്സായത്. എനിക്ക് മാതാവ് അനുഗ്രഹിച്ചത് 14 മാർക്കാണ്. 14 മാർക്കിനുള്ളതൊന്നും ഞാൻ ആ പേപ്പറിൽ എഴുതിയിട്ടില്ല എന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. അതിന് ഇവിടെ പറയുവാണേലും അല്ലെങ്കിൽ ഞാൻ എൻ്റെ മനസ്സിൽ തൊട്ട് പറയുവാണെങ്കിൽ നോട്ട് ബൈ മൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്നുള്ളത് ആ പേപ്പറിൽ നിന്ന് നമുക്ക് ബോധ്യമാണ്. കാരണം എൻ്റെ കൂടെ പഠിച്ചവർക്കാണേലും ചിലർക്കാണേലും CBSE പ്രകാരം അവരുടെ മാർക്കല്ലാതെ വേറൊന്നും കൊടുക്കത്തില്ല. ആ ക്വസ്റ്റ്യൻ വെച്ചിട്ടുള്ള മാർക്കേ അവർ കൊടുക്കത്തുള്ളൂ. 14 മാർക്ക് അമ്മ അനുഗ്രഹിച്ച് തന്നതാണെന്നുള്ളത് നമുക്ക് ഉറപ്പുള്ള കാര്യമാണ്. ഞാൻ അപ്പോൾ തന്നെ എനിക്കിവിടെ വരണം എന്നായിരുന്നു. കാരണം ഞാൻ മാതാവിനോട് പറഞ്ഞായിരുന്നു എനിക്ക് ഇവിടെ വന്ന് സാക്ഷ്യം പറയണം, ഈ +2ൻ്റെ സാക്ഷ്യം തന്നെ എനിക്ക് പറയണം എന്ന് ഞാൻ മാതാവിനോട് പറഞ്ഞായിരുന്നു. പിന്നെ വേറൊരു കാര്യം എന്നാന്ന് ചോദിച്ചാൽ എൻ്റെ മെയിൻ റിസൾട്ട് വരുന്നതിൻ്റെ കുറച്ച് നാൾ മുന്നേ ഞാൻ മാതാവിനോട് ചോദിച്ചായിരുന്നു എൻ്റെ റിസൾട്ട് എനിക്കൊന്ന് സ്വപ്നത്തിൽ കാണിച്ചു തരുമോ എന്ന്. അങ്ങനെ ഞാൻ മാതാവിനോട് ചോദിച്ചപ്പോൾ ഒരു ദിവസം മാതാവ് എനിക്ക് 70% എന്നുള്ളത് സ്വപ്നത്തിൽ കാണിച്ച് തന്നു. ഞാൻ അതിൽ ഓവർ കോൺഫിഡൻസ് ആയി നിന്നു. ഞാൻ പറഞ്ഞു ഇനിയിപ്പോൾ 70 തന്നെ ആയിരിക്കും എന്ന് പറഞ്ഞു. പക്ഷേ റിസൾട്ട് വന്നപ്പോൾ എനിക്ക് 70 ഇല്ലായിരുന്നു. പക്ഷേ ഇന്നലെ റിവാലുവേഷൻ റിസൾട്ട് വന്നപ്പോൾ കറക്റ്റ് 70% മാർക്ക് നൽകി മാതാവ് എന്നെ അനുഗ്രഹിച്ചു. ഞാൻ മാതാവിനോട് പറഞ്ഞായിരുന്നു ഞാൻ അങ്ങനെ പാസ്സായി കഴിഞ്ഞാൽ ഞാൻ ഈ ലോകത്തിന് മുന്നിൽ മാതാവിൻ്റെ കാര്യം വെളിപ്പെടുത്തും എന്ന് തന്നെ ഞാൻ പറഞ്ഞായിരുന്നു. ഞാൻ അധികം വിശ്വാസിയാണോ എന്ന് ചോദിച്ചാൽ അല്ല. ഞാൻ അച്ഛൻ്റെ കൂടെ സന്ധ്യാപ്രാർത്ഥനയ്ക്കാണ് ഞാൻ കൂടുന്നത്. പക്ഷെ ഞാൻ എൻ്റെ വിശ്വാസം കാത്തു സൂക്ഷിക്കാറുണ്ട്. മാതാവിൽ ഞാൻ ഉറച്ചു വിശ്വസിക്കാറുണ്ട്. പല വേദികളിലും മാതാവ് എനിക്ക് ധൈര്യം തന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു കാര്യം ഞാൻ പറയുവാണെങ്കിൽ +1 വെച്ചിട്ട് ബയോമാക്സ് ആണ് ഞാൻ ഓപ്റ്റ് ചെയ്തത്. അതിൽ ബയോളജി എനിക്ക് ഒരു താല്പര്യവും ഇല്ലായിരുന്നു. ഞാൻ പഠിക്കത്തില്ലായിരുന്നു. കാരണം എനിക്ക് നേഴ്സിങ്ങോ മെഡിക്കൽ ഫീൽഡോ ഇഷ്ടമല്ലായിരുന്നു. അങ്ങനെ ഞാൻ ബയോളജിയിൽ എക്സാമൊക്കെ ഇടുമ്പോൾ മനഃപൂർവ്വം മാർക്ക് കളഞ്ഞ ദിവസങ്ങളുണ്ടായിട്ടുണ്ട്. എൻ്റെ അമ്മയുടെ നിർബന്ധപ്രകാരമാണ് ഞാൻ ബയോളജി എടുത്തത് തന്നെ. അങ്ങനെ കുറച്ച് ദിവസം പോയപ്പോഴത്തേക്കിനും എൻ്റെ ബയോളജിയുടെ മിസ്സ് എൻ്റെ അടുത്ത് പിണങ്ങി. എനിക്ക് മാർക്ക് കുറഞ്ഞുകൊണ്ട് മിസ്സ് എൻ്റെ അടുത്ത് പിണങ്ങി. മിസ്സ് എന്നോട് മിണ്ടിയില്ല. മിസ്സ് പറഞ്ഞു 25-ൽ 20 മണ്ടേ മാർക്ക് മേടിച്ചാൽ മാത്രമേ മിണ്ടുള്ളൂ എന്ന് പറഞ്ഞു. മിസ്സ് എനിക്ക് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളാണ്. അങ്ങനെ ഞാൻ അടുത്ത എക്സാമിന് വേണ്ടി അന്ന് ആദ്യമായിട്ടാണ് ബയോളജിക്ക് വേണ്ടി ഞാൻ പഠിക്കുന്നത്. 2 ദിവസമേ സമയം ഉണ്ടായിരുന്നുള്ളൂ. 2 ചാപ്റ്ററും ഉണ്ടായിരുന്നു. സത്യമായിട്ട് ഞാൻ മാതാവിൽ മാത്രം വിശ്വസിച്ചാണ് അത് പഠിച്ചത്. എക്സാം എഴുതിയപ്പോഴും എനിക്കൊരു ഉറപ്പും ഇല്ലായിരുന്നു. ഞാൻ മിസ്സിനോട് പറഞ്ഞു എനിക്കൊരു 15 കിട്ടുമായിരിക്കും, പക്ഷേ 20 കിട്ടത്തില്ല, അതൊന്നും മേടിച്ച ചരിത്രം പോലും എനിക്കില്ലാന്ന്. പക്ഷേ അന്ന് റിസൾട്ട് വന്നപ്പോൾ എനിക്ക് 22 മാർക്കുണ്ടായിരുന്നു. അന്ന് ഞാൻ ഏതവസ്ഥയിലൂടെ 2 ദിവസം പോയെന്ന് എനിക്കറിയാം. അങ്ങനെ ബയോളജി എനിക്ക് വല്ലാണ്ട് ഇഷ്ടപ്പെടുന്ന സബ്ജക്റ്റായി. എൻ്റെ മെയിൻ സബ്ജക്റ്റായിട്ട് തന്നെ ബയോളജി എടുക്കാൻ അങ്ങനെ ആഗ്രഹം വന്നു. +1-ലും +2-ലും ഞാൻ ഏറ്റവും കൂടുതൽ പഠിച്ചതും ബയോളജിയാണ്. അങ്ങനെ അവസാനം മാതാവ് അനുഗ്രഹിച്ചൊരു സ്ട്രീം തരണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു. എനിക്ക് നേഴ്സിംഗ് ഫീൽഡ് കിട്ടി. നേഴ്സിംഗ് ഫീൽഡിൽ ഏറ്റവും കൂടുതൽ ബയോളജി എടുത്ത് നിൽക്കുന്നതുകൊണ്ട് തന്നെ എനിക്കത് എടുക്കാനും നല്ല താല്പര്യമാണ്. ബാക്കിയൊന്നും എനിക്ക് പറ്റത്തില്ല, എനിക്ക് ബയോളജി മതി എന്നൊരവസ്ഥയിൽ ഞാൻ എത്തി. ഞാൻ ഒരുപാട് സന്തോഷവതിയാണ്. അതുകൊണ്ട് ഞാനിവിടെ വന്ന് നന്ദി പറയുന്നു. അമ്മ മാതാവിനും തിരുക്കുമാരനും കോടാനുകൂടി നന്ദി. സർവശക്തനായ ദൈവത്തിന് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഞാൻ നന്ദി പറയുന്നു. എൻ്റെ പേര് ജെയിൻസി. ഞാൻ 2019 ഉടമ്പടി എടുത്തതാണ്. ഞാൻ കോട്ടയം ജില്ലയിൽ കോട്ടയം അതിരൂപതയിൽ മാഞ്ഞൂർ മകുടാലയം ഇടവകയിലായിരുന്നു. ഒരു 1.5 മാസമായിട്ട് ഞാനിപ്പോൾ പുഴുക്കോല് പള്ളി ഇടവക അംഗമാണ്. ഞാൻ 2019 ഉടമ്പടി എടുത്തതിന് പിള്ളേർക്ക് വേണ്ടിയായിരുന്നു. ആ സാക്ഷി ഞാനിവിടെ പറഞ്ഞതാണ്. അതിനുശേഷം കൊറോണ ഒക്കെ വന്ന് ഞാൻ പ്രാർത്ഥിച്ചു. പക്ഷേ ഇവിടെ വന്നൊന്നുമില്ല. അതിന് പിന്നെ 22-ലാണ് ഞാൻ ഉടമ്പടി പുതുക്കിയത്. അതും ഞാൻ പിള്ളേർക്ക് വേണ്ടിയായിരുന്നു. അപ്പോൾ ഞാൻ 2024-ലാണ് ഞാൻ ആ സാക്ഷ്യം പറഞ്ഞത്. അതിനുശേഷം എനിക്ക് കുമളി കുറച്ച് സ്ഥലം ഉണ്ടായിരുന്നു.
അതൊന്ന് വിൽക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഉടമ്പടിയിൽ വെച്ചിരുന്നു. അപ്പോൾ അത് ഞാൻ പ്രാർത്ഥിച്ചു, മാതാവിനോട് പ്രാർത്ഥിച്ചു, അതൊന്ന് വിറ്റ് കിട്ടിയാലേ ഉള്ളൂ. എന്നുവെച്ചാൽ ഞങ്ങൾ 2008 മുതൽ ഞാനും പിള്ളേരും ഹസ്ബൻഡും കോട്ടയത്താണ് താമസിച്ചത്. അപ്പം അങ്ങോട്ട് കുമ്പളിക്ക് പോകാൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ അത് അങ്ങനെ പ്രാർത്ഥിച്ചു. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഉപ്പ് അവിടെ കൊണ്ടുപോയിട്ട് പ്രാർത്ഥിച്ച് അത് കച്ചവടം കഴിഞ്ഞ 2025 ഡിസംബറിൽ എൻ്റെ കച്ചവടം നടന്നു. അതിനുശേഷം ഒരു ഭവനം എനിക്ക് വേണമായിരുന്നു വേറെ വാങ്ങിക്കുക. അപ്പം ഞങ്ങൾ 2012 മുതൽ ഞങ്ങൾ വാടകയ്ക്ക് താമസിക്കുമായിരുന്നു മാഞ്ഞൂർ. അങ്ങനെ പ്രാർത്ഥിച്ച് ഞങ്ങൾ ഈ സ്ഥലം വിറ്റ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കുറേ വീട് പോയി കണ്ടു. 2-3 സ്ഥലത്ത് അഡ്വാൻസ് ഒക്കെ കൊടുത്തു. പക്ഷേ അന്നേരം ഞാൻ പ്രാർത്ഥിച്ചു, വീട് പോയി കാണുമ്പോൾ എല്ലാം പ്രാർത്ഥിക്കും, പരിശുദ്ധ അമ്മേ നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ആ വീട് തരാവുള്ളൂ, അല്ലെങ്കിൽ എനിക്ക് വേണ്ട. അമ്മ ഇഷ്ടപ്പെടുന്നൊരു വീട് എനിക്ക് തന്നാൽ മതി, അല്ലെങ്കിൽ എനിക്ക് പാടാം, എനിക്ക് അവിടെ പോയി താമസിക്കാൻ പറ്റത്തില്ലെന്ന്. അപ്പോൾ പക്ഷേ അഡ്വാൻസ് കൊടുത്തെങ്കിലും എനിക്ക് എന്താണോ ആ വീട് മാറിപ്പോയി, വാങ്ങിക്കാൻ പറ്റിയില്ല. അതിനുശേഷം ഞാൻ ആപ്പാഞ്ചിറയിൽ ഒരു വീട് വന്ന് കണ്ടു. വീട് കുഴപ്പമില്ല, 14 സെൻറ്റ് സ്ഥലം ഒരു വീട് വന്ന് കണ്ടു. അപ്പോൾ അവർ 30 ലക്ഷം രൂപ പറഞ്ഞു. ഞങ്ങളത് 25 പറഞ്ഞു. അവർ തരത്തില്ല എന്ന് പറഞ്ഞു. എന്നാൽ ഓക്കെ വേണ്ടാന്ന് പറഞ്ഞു. അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ കുറേ വീടൊക്കെ പിന്നെയും പോയി കണ്ടു. പക്ഷേ ഒന്നും പറ്റിയില്ല. അത് കഴിഞ്ഞ് ഞങ്ങൾ കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഞങ്ങൾ പൈസ്മൗണ്ട് ഒരു വീട് പോയി കണ്ടു. അവിടെ കുറച്ച് പൈസ അഡ്വാൻസ് കൊടുത്തു. അന്നേരം അത് വീടൊന്നിനും കൊള്ളത്തില്ലാഞ്ഞു. പക്ഷേ എങ്കിലും അവിടെ സ്ഥലം കൂടുതലുണ്ടെന്ന് പറഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡ് അവിടെ 10,000 രൂപ അഡ്വാൻസ് കൊടുത്തു. അന്നേരം എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ദൈവമേ ആ വീട്ടിൽ എങ്ങനെയാണ് ഞാൻ പോയി താമസിക്കുന്നത്, ഒന്നിനും കൊള്ളത്തില്ലല്ലോ. എന്നാലും കുഴപ്പമില്ല, പരിശുദ്ധ അമ്മയുടെ ആഗ്രഹം അതാണെങ്കിൽ അത് നടക്കട്ടെ എന്നോർത്ത് തിരിച്ച് 22-ാം തീയതി ഞാൻ ഇവിടെ വന്ന് അച്ഛൻ്റെ ടോക്ക് കേട്ട് പ്രാർത്ഥിച്ച ഞായറാഴ്ചയായിരുന്നു. അച്ഛൻ്റെ ടോക്ക് കേട്ടുകൊണ്ടിരുന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞ് അത് വിശുദ്ധ കുർബാനയുടെ സമയത്ത് അപ്പം എൻ്റെ ചേട്ടൻ്റെ ഭാര്യ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ചേച്ചി എന്നോട് പറഞ്ഞിട്ട് വീടൊന്നിനും കൊള്ളത്തില്ലല്ലോ, അതെന്നാ ചെയ്യുന്നു, അവൻ എന്നാ പിന്നെ അത് വാങ്ങിച്ചതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്കറിയത്തില്ല ചേച്ചി, എനിക്കറിയത്തില്ല. പക്ഷെ ഞാനും പോയായിരുന്നു, എനിക്കൊന്നും പറയാൻ ബുദ്ധിമുട്ടായിരുന്നു, അതുകൊണ്ട് ഞാനൊന്നും മിണ്ടിയില്ല. അവർ അഡ്വാൻസ് കൊടുത്തെന്ന് പറഞ്ഞു. ആ കുർബാനയുടെ സമയത്ത് അപ്പോൾ ചേച്ചി എന്നോട് ചോദിച്ചു എങ്ങനെയാടി അത് മാറിപ്പോകുന്നത്, മേടിക്കണ്ടായിരുന്നല്ലോ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ചേച്ചി വിശുദ്ധ കുർബാനേനേക്കാളും ശക്തി വേറെ ഒന്നിനുമില്ല, എനിക്കറിയാം കുർബാനയോടും വേറെ ഒന്നുമില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ചേച്ചി പറഞ്ഞു നീ മാതാവിനോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാനിവിടെ കുർബാന കൂടിക്കൊണ്ടിരുന്ന സമയത്ത് ഒരു ഫോൺ കോൾ എനിക്ക് വന്നു. ഞാൻ എടുത്തില്ല, കുർബാനയുടെ സമയത്ത് ഞാനൊന്നും ശ്രദ്ധിക്കാറില്ല. അപ്പോൾ തിരിച്ച് എൻ്റെ ഹസ്ബൻഡ് ചേച്ചിയുടെ ഫോണെ വിളിച്ചു, ചേച്ചിയെ ഫോൺ എടുത്തു. അപ്പോൾ ചേച്ചിയോട് പറഞ്ഞു എൻ്റെ ഫോൺ തരാൻ പറഞ്ഞു. ഞാൻ ഫോൺ മേടിച്ചു. ഫോൺ മേടിച്ചപ്പോൾ എന്നോട് പറഞ്ഞു എടി ആപ്പാഞ്ചിറയിൽ ആ വീട് നമുക്ക് 27 ലക്ഷം രൂപയ്ക്ക് തരാമെന്ന് പറഞ്ഞു പരിശുദ്ധ അമ്മ. ഞാൻ പറഞ്ഞു അങ്ങനെ പറഞ്ഞെങ്കിൽ പരിശുദ്ധ അമ്മയുടെ കൃപ കൊണ്ട് അതും വാങ്ങിക്കാൻ പറഞ്ഞു. അങ്ങനെ പിറ്റേ ദിവസം തന്നെ അതിനും അത് അഡ്വാൻസ് കൊടുത്ത് വാങ്ങിച്ചു. അത് കഴിഞ്ഞ ശേഷം ഞാൻ വെളിയിൽ പോകാനായിട്ടൊരു ഇതിന് ഏജൻസി കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ ഒരു വർഷത്തിന് മുമ്പ് കൊടുത്തതാണ്. പക്ഷേ പിന്നെ അതിനെക്കുറിച്ചൊരു അറിവൊന്നും ഇല്ലാഞ്ഞ് ഞാൻ പിന്നെ ചോദിക്കാനും പോയില്ല. ഞാനത് എന്നാൽ വേണ്ടല്ലോ എന്ന് ഓർത്തിട്ട് വെച്ചു. അങ്ങനെ ഇരിക്കുക കഴിഞ്ഞ ഡിസംബറിൽ എന്നെ ഏജൻറ്റ് വിളിച്ചു, ഞാൻ ഈ പേപ്പർ വെക്കുവാന്നും പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു കുഴപ്പമൊന്നും ഇല്ലല്ലോ, എന്നാൽ വെച്ചോളാൻ പറഞ്ഞ്. അതിനുശേഷം ഏജൻറ്റ് പേപ്പർ വെച്ച് മാർച്ച് ആദ്യം എനിക്ക് അപ്പോൾ എന്നെ ഫെബ്രുവരി ഒക്കെ ആയപ്പോഴത്തേനും എന്നെ ഏജൻസിയിൽ നിന്ന് വിളിച്ച് നിങ്ങൾക്ക് ഇൻ്റർവ്യൂ ഉണ്ട് കേട്ടോ എന്നും പറഞ്ഞിട്ട് ഓക്കെ ആയിക്കോട്ടെ കുഴപ്പമില്ലെന്ന് പറഞ്ഞു. അപ്പം ഞാൻ PCCയുടെ സർട്ടിഫിക്കറ്റിനെ വെച്ചിട്ട് എനിക്കത് കിട്ടിയില്ലായിരുന്നു. അത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അവിടെ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ എനിക്ക് ഭയങ്കര പരീക്ഷണമാണല്ലോ, എനിക്കത് കിട്ടുന്നില്ലല്ലോ എന്നോർത്ത്. എനിക്ക് മാർച്ച് 6-ാം തീയതി ആയിരുന്നു ബോംബെയിൽ ഇൻ്റർവ്യൂ. മാർച്ച് 5-ാം തീയതിയാണ് എനിക്കിത് കിട്ടുന്നത്. മാർച്ച് 4-ാം തീയതി ഞാൻ ഇവിടുന്ന് പോയി. അതെനിക്ക് പിന്നെ എൻ്റെ ഹസ്ബൻഡിനെ കിട്ടി, ഹസ്ബൻഡ് എനിക്കത് ഇട്ട് തന്നു. അതിനുശേഷം ഞാൻ ബോംബെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് അവിടുത്തെ ഏജൻറ്റ് എന്നെ വിളിച്ചേച്ച് പറഞ്ഞു ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് 6 മാസത്തെ തരാൻ പറഞ്ഞു. അപ്പോൾ എൻ്റെ കയ്യിൽ സ്റ്റേറ്റ്മെൻറ്റ് ഒന്നും ആയിട്ടല്ല ഞാൻ ഇവിടുന്ന് പോയത്. കാര്യം ഏജൻറ്റ് എന്നോട് പറഞ്ഞായിരുന്നു സ്റ്റേറ്റ്മെൻറ്റ് എടുക്കണമെന്ന് പറഞ്ഞായിരുന്നു. പക്ഷേ ഞാൻ സ്റ്റേറ്റ്മെൻറ്റ് എടുത്തില്ല, ഞാൻ മറന്നു പോയായിരുന്നു എടുക്കാനായിട്ട്. തിരിച്ച് ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവരെന്നെ ഒത്തിരി വഴക്ക് പറഞ്ഞു, നിങ്ങൾ സ്റ്റേറ്റ്മെൻറ്റ് ഇല്ലാതെ വന്നു, നിങ്ങൾ എന്ത് കാരണം അങ്ങനെ എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു. എന്നെ ഒത്തിരി ചീത്ത പറഞ്ഞു. ഞാനതെല്ലാം മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവ് ഇതെന്ത് പരീക്ഷണം, എനിക്കിതും പറ്റുന്നില്ല എന്നൊക്കെ ഓർത്ത് ഞാൻ അവിടെ നിന്ന് കരഞ്ഞു, ഒത്തിരി കരഞ്ഞു. അവിടെയുള്ള ഏജൻറ്റ് എന്നെ വഴക്ക് പറഞ്ഞു, ഇവിടെയുള്ള ഏജൻറ്റ് എന്നെ വിളിച്ച് വഴക്ക് പറഞ്ഞു. നിങ്ങൾ അപ്പോൾ എന്നെ 2 ഏജൻറ്റും എന്നെ കുറേ ചീത്ത പറഞ്ഞു. ഞാനെന്ന് മാതാവിനോട് എൻ്റെ മാതാവ് ഇതെന്ത്, നീ എന്നെ ഒന്ന് സഹായിക്കുക, എന്നെ ഒന്ന് സഹായിക്കുമെന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് വിശ്വാസ പ്രമാണം ചൊല്ലി ഒത്തിരി പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസം രാവിലെ 6-ാം തീയതി മാർച്ച് 6-ാം തീയതി ഇൻ്റർവ്യൂവിന് ഞാൻ ബോംബെ എംബസിയിൽ ചെന്ന് അവിടെ ചെന്നപ്പോൾ എല്ലാ ഏജൻറ്റ് എന്നോട് സ്റ്റേറ്റ്മെൻറ്റ് താ. ഞാൻ പറഞ്ഞു സാറേ ഞാൻ വീട്ടിൽ ചെല്ലിട്ട് ഞാൻ അയച്ചു തരാം. അങ്ങേര് പറഞ്ഞില്ല പറ്റത്തില്ല, ഞങ്ങൾക്ക് ഇന്ന് തന്നെ കിട്ടണമെന്ന് പറഞ്ഞു.
അപ്പം ഞാൻ വേഗം എൻ്റെ ഹസ്ബൻഡിനെ വിളിച്ചേച്ച് പറഞ്ഞു, ചേട്ടായി ബാങ്കിലൊന്ന് ചെല്ലാവോ, ഒന്ന് ചോദിക്കാവോ? അപ്പോൾ എന്നോട് പുള്ളി പറഞ്ഞില്ല, അവർ തരത്തില്ല, ഞാൻ ചെന്നാൽ തരികയില്ല. അപ്പം ഞാൻ വേഗം ഞങ്ങളുടെ പഞ്ചായത്ത് മെമ്പറിനെ വിളിച്ചു. അപ്പോൾ പുള്ളി പറഞ്ഞു ഞാൻ ചെന്ന് പറയാം എന്ന് പറഞ്ഞു. പുള്ളി ചെന്ന് പറഞ്ഞിട്ടും അവർ ബാങ്കുകാർ തരത്തില്ലെന്ന് പറഞ്ഞു. ഞാൻ അവിടെ കയറിയെടുത്തെല്ലാം ഞാൻ ഉപ്പിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു. അതിനിടയ്ക്ക് അവർ ഇംഗ്ലീഷ് കുറേ എനിക്ക് പഠിക്കാനിട്ട് തന്നു. എനിക്കിതൊന്നും അറിയത്തില്ല, ഇംഗ്ലീഷിൻ്റെ ABCD എനിക്കറിയത്തില്ല. ഞാൻ എന്നാ ചെയ്യും? പരിശുദ്ധ അമ്മ, എനിക്ക് ഹിന്ദിയാണെങ്കിൽ എന്നോടെല്ലാം ചോദിച്ചാൽ എനിക്കറിയാം, എനിക്ക് ഇംഗ്ലീഷ് ഒന്നും അറിയത്തില്ലല്ലോ എന്ന് പറഞ്ഞ്. അങ്ങനെ ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തപ്പം അവർ ചോദിച്ചത് മുഴുവൻ എന്നോട് ഹിന്ദിയായിരുന്നു. അതും പരിശുദ്ധ അമ്മയുടെ കൃപയാൽ എന്നെ അവിടെയും പരിശുദ്ധ അമ്മേനെ അനുഗ്രഹിച്ചു. അത് കഴിഞ്ഞ് ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ട് ഇങ്ങോട്ട് ഇറങ്ങിയപ്പം ഒരാൾ എന്നോട് ഒന്ന് ചോദിക്കുക, എന്തിനാ കുറേ നേരമായല്ലോ കരയുന്നതെന്ന്. അപ്പം എനിക്ക് എപ്പോഴും ഇതായിരുന്നു, ഞാൻ അറിയത്ത പോലും ഇല്ല ഇതാരാണോ എന്നോട് ഇങ്ങനെ ചോദിക്കുന്നത്. അപ്പം ഞാൻ ചോദിച്ചു മലയാളിയാണോ എന്ന് ചോദിച്ചു. അപ്പം എന്നോട് പറഞ്ഞു അതേന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, സാറേ ഞാൻ സ്റ്റേറ്റ്മെൻറ്റ് എടുക്കാതെ വന്ന്, എനിക്ക് 6 മാസം സ്റ്റേറ്റ്മെൻറ്റ് വേണം, ഇവിടെ എനിക്ക് സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെ കിട്ടത്തൊന്നുമില്ലല്ലോ. അന്നേരം ഇയാൾ എന്നോട് പറയുക, അതിനെന്തിനാ സങ്കടപ്പെടുന്നത്, ഇത്ര അടുത്തല്ലേ ബോംബെ എംബസിയുടെ അടുത്തല്ലേ ബാങ്ക് SBI ഉള്ളത്, നിങ്ങൾക്ക് പോയി എടുക്കാമല്ലോ എന്ന്. ഞാൻ പറഞ്ഞു സാറേ എനിക്കറിയത്തില്ലത്. അന്നേരം വേഗം ഏജൻറ്റിനോട് ആ ആൾ പറയുക, അവർക്ക് വേഗം ഗൂഗിൾ മാപ്പ് ഇട്ട് കൊടുക്കുക, അവർ പോയി എടുത്തുകൊണ്ട് വരട്ടെ എന്ന്. എനിക്ക് അവിടെ എന്നെ സർവശക്തനായ ദൈവമാണ് അതെന്നെ അവന് പരിശുദ്ധ അമ്മയുടെ കൃപയാൽ എന്നെ അനുഗ്രഹിച്ചതെന്ന് എനിക്ക് 100% ഞാൻ വിശ്വസിക്കുന്നു. അതെൻ്റെ പരിശുദ്ധ അമ്മയുടെ കൃപ തന്നെയാണ്, എനിക്കത് അറിയാം. അങ്ങനെ അവിടെയും പരിശുദ്ധ അമ്മ, ഞാൻ എന്നിട്ട് അവർ ഗൂഗിൾ മാപ്പ് ഇട്ടുന്നു. ഞാൻ ഒരു 10 മിനിറ്റ് പോലും എനിക്ക് നടക്കണ്ടായിരുന്നു. അവിടെ പോയി ഞാൻ വെറും 120 രൂപ കൊടുത്തതേ ഉള്ളൂ. എനിക്ക് 6 മാസം സ്റ്റേറ്റ്മെൻറ്റ് അവിടെ എടുത്തു തന്നു, അത് ഞാൻ കൊണ്ട് കൊടുത്തു. അങ്ങനെ ഞാൻ ഇവിടെ വന്ന് നാട്ടിൽ വന്ന് ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞപ്പം മെയ് മാസം 14-ാം തീയതി ഞാൻ പുതിയ വീട്ടിലോട്ട് കയറി താമസിച്ചു. അത് എനിക്കറിയത്തില്ല, അന്ന് കർത്താവിൻ്റെ സ്വർഗ്ഗാരോഹണ തിരുനാളെന്ന് എനിക്കറിയത്ത് പോലുമില്ല. അന്ന് മെയ് 14-ാം തീയതി ഈശോയുടെ സ്വർഗ്ഗാരോഹണ തിരുനാൾ അന്ന് എന്നെ. അപ്പം ഞാൻ അച്ഛനോട് അച്ഛാ വീട് വെഞ്ചിരിക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു, ഓ നല്ല ദിവസമാണല്ലോ ഇന്ന് സ്വർഗ്ഗാരോഹണ തിരുനാൾ. ഞാൻ പറഞ്ഞു അച്ഛൻ എനിക്കറിയത്തില്ല, അതും പരിശുദ്ധ അമ്മ എന്നെ ആക്കി തന്നതാന്ന് പറഞ്ഞു. ഞാൻ കയറി താമസിച്ച് മെയ് 14-ാം തീയതി കയറി താമസിച്ചു. മെയ് 15-ാം തീയതി എനിക്ക് വിസ അടിച്ചു, എനിക്ക് പോകാൻ തന്നു, ഇത് എല്ലാം ഓക്കെ ആക്കി തന്നു. ഇന്ന് എനിക്ക് ടിക്കറ്റും കിട്ടി. ഞാൻ 24-ാം തീയതി ഞാൻ ഇറ്റലിക്ക് പോവുകയാണ്. പരിശുദ്ധ അമ്മ എന്നെ ഒത്തിരി അനുഗ്രഹിച്ചു. പിന്നെ എനിക്ക് വിശുദ്ധ കുർബാനയോട് എനിക്ക് ഭയങ്കര, എൻ്റെ ജീവൻ എനിക്ക് വിശുദ്ധ കുർബാന എന്ന് പറഞ്ഞാൽ എനിക്ക് അറിയത്തില്ല. അതെന്നാന്ന് ചോദിച്ചാൽ ഞാൻ ഈ ഉടമ്പടി എടുത്താൽ പിന്നെ എനിക്ക് വിശുദ്ധ കുർബാനയുടെ അതുപോലെ എനിക്ക് ദാഹമാണ് എനിക്ക്. പിന്നെ ഞാൻ കാരുണ്യപ്രവർത്തിയായിട്ട് ചെയ്യുന്നത്, ഞാൻ പൈസയൊക്കെ കൊടുത്ത് ഇങ്ങനെ കൂടുതലും ക്യാൻസർ രോഗികളൊക്കെയാണെന്ന് പറയുമ്പോൾ എനിക്ക് വിഷമം. ഞാൻ അവരെയാണ് കൂടുതലും ക്യാൻസർ രോഗികൾക്ക് കൊടുക്കും ഞാൻ എന്താണെന്ന് പറഞ്ഞാലും. പിന്നെ നേർച്ച വസ്തുക്കളൊക്കെ ആരെങ്കിലുമൊക്കെ പറഞ്ഞാൽ ഞാൻ വാങ്ങിച്ചു കൊണ്ട് കൊടുക്കും. പിന്നെ വഴി അറിയാമെന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ ആൾക്കാരെ കൂട്ടിക്കൊണ്ട് വരും. അറിയാൻ മേലാത്ത ആരെങ്കിലാന്ന് പറഞ്ഞാൽ ഞാൻ പറയും പോരാ എൻ്റെ കൂട്ടത്തിൽ പോരും, ഞാൻ കൊണ്ടുപോക്കോളാം എന്ന് പറഞ്ഞാൽ അവരെ കൂട്ടിക്കൊണ്ട് വരും. പിന്നെ ഞാൻ പത്രം വാങ്ങിച്ച് ഇവിടുന്ന് എല്ലാ മാസവും ഇവിടെ വന്ന് പത്രം വാങ്ങിച്ച് ഞാൻ കൊണ്ട് കൊടുക്കാറുണ്ട്. പിന്നെ എൻ്റെ ആത്മീയതയിൽ ഞാൻ ഒത്തിരി എനിക്ക് വിശുദ്ധ കുർബാനയിലോട്ട് എനിക്ക് ഒത്തിരി ഈശോ എന്നെ അടുപ്പിച്ചു. അതുപോലെ കിട്ടുന്ന സമയമൊക്കെ ഞാൻ ചിലപ്പോൾ കൊന്ത ഞാൻ ചെല്ലി ചിലപ്പോൾ ഞാൻ മറന്നു പോകും, എത്രയെണ്ണം ചെല്ലിയെന്ന് പോലും എനിക്കറിയാൻ മേല. അങ്ങനെയാണ് കാരുണ്യപ്രവർത്തിയായിട്ട് ചെന്ന് വല്ല ഡ്രസ്സൊക്കെ എൻ്റെ തന്നെ ആയിരിക്കും ഡ്രസ്സൊക്കെ ഞാൻ ചിലപ്പം നല്ലത് തേച്ച് അലക്കിയൊക്കെ ഞാൻ മറ്റുള്ളവർക്കൊക്കെ കൊടുക്കും കേട്ടോ. അത് ഞാനൊരു പരിധിക്കുള്ളിൽ ഞാൻ എൻ്റെ കൈ വെക്കുകയല്ല, എനിക്കിഷ്ടമില്ല. അത് ഞാൻ അങ്ങനെ ആർക്കെങ്കിലും ഇല്ലെന്ന് കേട്ട് ഞാൻ എടുത്ത് അവർക്ക് ഞാൻ കൊണ്ട് കൊടുക്കാറുണ്ട്. അങ്ങനെയൊക്കെയാണ് ഞാൻ കാരുണ്യപ്രവർത്തിയായിട്ടൊക്കെ ചെയ്യുന്നത്. ഇത്രയും എന്നെ സഹായിച്ച എൻ്റെ സർവശക്തനായ ദൈവത്തിന് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഞാൻ നന്ദി പറഞ്ഞു. സങ്കീർത്തനങ്ങൾ 94:18 മുതലുള്ള വാക്യങ്ങൾ. എൻ്റെ കാൽ വഴുതുന്നുവെന്ന് ഞാൻ വിചാരിച്ചപ്പോഴേക്കും കർത്താവേ, അങ്ങയുടെ കാരുണ്യം എന്നെ താങ്ങി നിർത്തി. എൻ്റെ ഹൃദയത്തിൻ്റെ ആകുലതകൾ വർദ്ധിക്കുമ്പോൾ അങ്ങ് നൽകുന്ന ആശ്വാസം എന്നെ ഉന്മേഷവാനാക്കുന്നു. പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് ജെൻസി PT മാഞ്ഞൂർ തൻ്റെ അനുഭവ സാക്ഷ്യം നമുക്ക് മുമ്പിൽ പങ്കുവെക്കുകയായിരുന്നു. ഈ അമ്മയുടെ ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ പരിശുദ്ധ അമ്മയുടെ സംരക്ഷണം എപ്രകാരം ഈ അമ്മയോട് കൂടെ ഉണ്ടായിരുന്നുവെന്ന് വളരെയേറെ വാക്കുകളിൽ വ്യക്തമായിരുന്നു. 2012 മുതൽ വാടകയ്ക്ക് താമസിക്കുമ്പോൾ സ്വന്തമായിട്ടൊരു ഭവനം വേണമെന്നുള്ള തീരുമാനവും അത് പരിശുദ്ധ അമ്മ വഴി സ്വന്തമായിട്ട്
ഒരു വീട് വാങ്ങിക്കുവാനും അതിൽ താമസിക്കുവാനും സാധിക്കുകയുണ്ടായി. അത് ഉടമ്പടി നിറച്ച വസ്തുക്കളോട് ചേർന്ന് കൊണ്ടുള്ള വിശ്വാസ പ്രമാണം ചൊല്ലിയുള്ള പ്രാർത്ഥന തന്നെയാണ് ഈ അമ്മയ്ക്കത് സ്വന്തമാക്കുവാനായിട്ട് സാധിക്കുക ചെയ്തുകൊണ്ട് തന്നെ പുറത്തേക്ക് പോകുവാനുള്ള ഈ അമ്മയുടെ ആഗ്രഹത്തിൽ പല വിധത്തിലുള്ള തടസ്സങ്ങളുണ്ടായെങ്കിലും അത് പരിശുദ്ധ അമ്മ തൻ്റെ ഇടപെടലിലൂടെ അത് നേരെയാക്കുകയും ചെയ്തു. കാരണം ബോംബെയിൽ ഇൻ്റർവ്യൂവിന് പോയ സമയത്ത് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് മറന്നുപോയത്, എന്നാൽ പരിശുദ്ധ അമ്മയുടെ സംരക്ഷണത്തിലൂടെ ചില വ്യക്തികളിലൂടെ പരിശുദ്ധ അമ്മ ഇടപെടലുണ്ടായി. തൊട്ടടുത്ത് തന്നെ SBIയിൽ പോകുവാനും ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് എടുക്കുവാനും അത് സമയത്തിൻ്റെ ചുരുക്കത്തിൽ തന്നെ അത് പെട്ടെന്ന് ചെയ്യുവാനൊക്കെ ആയിട്ട് സാധിക്കുകയും ചെയ്തത് പരിശുദ്ധ അമ്മയുടെ ഇടപെടൽ തന്നെയാണ് ഈ അമ്മയുടെ ജീവിതത്തിലൂടെ ഉണ്ടായത്. നമുക്ക് പ്രാർത്ഥിക്കാണ്ട് സാധിക്കണം. ഈ അമ്മയുടെ വാക്കുകളിൽ പ്രകടമായിരുന്നത് പരിശുദ്ധ കുർബാന എപ്പോഴും മുടങ്ങാതെ കണ്ട് സ്വീകരിക്കുകയും കുർബാനയിൽ പങ്കെടുക്കുന്നത് തന്നെയായിരുന്നു. ഉടമ്പടിയിലൂടെ ദൈവത്തെ സ്വന്തമാക്കുമ്പോൾ അത് പരിശുദ്ധ അമ്മയിലൂടെ നമുക്കത് കാട്ടിത്തരിക. അത് നമ്മുടെയൊക്കെ എല്ലാവിധമായ പ്രയാസങ്ങളിലും ആശ്വാസമായിട്ട് മാറുന്നു എന്നുള്ളതാണ്. ഈ അമ്മയുടെ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് ജൻസിപിറ്റിയെ മാറ്റുമ്പോൾ ഇനി മുമ്പോട്ടുള്ള ജീവിതത്തിലും പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് മാറ്റാൻ ഈ അമ്മയെ ഇനി അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഒപ്പം ഇത് കേൾക്കുന്ന നമ്മൾ ഓരോരുത്തരുടെയൊക്കെ ജീവിതത്തിൽ നമ്മുടെയൊക്കെ നിയോഗങ്ങളിലും ആവശ്യങ്ങളിലും പരിശുദ്ധ അമ്മ അവിടുത്തെ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് നമ്മൾ ഓരോരുത്തരെയൊക്കെ മാറ്റട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.